എടോ ചെങ്ങായി ഇവിടെ ഡോക്ടർ ഇല്ലല്ലോ. അതെ ഇത് കാഷ്വാലിറ്റിയാ. ഇവിടെ കിടന്ന് ഒച്ച എടുക്കട്ടെ എന്ത് കാര്യം? ഇവിടെ ഒച്ചെടുക്കല്ല, ഇവിടെ ഇത് ആൾക്കാരെ വരഞ്ഞ ഇപ്പം ഇവരെ കാണാനല്ലേ. ഡോക്ടർ ഇപ്പൊ തന്നെ വരും. പല്ല് വെച്ചിട്ട് നിക്കണ് സഹിക്കാൻ പറ്റണില്ല. എക്സ്റേ കാണിച്ചിട്ട് വേണം അടുത്ത ടെസ്റ്റിന് കൊണ്ടുപോകാൻ. ചേട്ടാ ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ? നിങ്ങൾ എല്ലാവരും വന്ന് ഇതുപോലെ ഒച്ച എടുത്തിട്ട് വല്ല കാര്യമാണ്? നിങ്ങൾ ക്ഷമിച്ചിരിക്കും അവിടെ. നിങ്ങൾ ബഹളം വെക്കല്ലേ പ്ലീസ്. ഇത് ഗവൺമെന്റ് ആശുപത്രി വെച്ചിട്ട് ഇപ്പൊ നോക്കണ്ടെന്നൊന്നുമില്ല. ഒക്കെ മനുഷ്യന്മാർ തന്നെയാണ് വയ്യാത്തവരൊക്കെ. അല്ലാ പല്ല് വേനിച്ചിട്ട് അച്ഛനൊരു അക്ഷരട്ട് മിണ്ടാനും പറ്റണില്ല. നല്ലോലെ മിണ്ടുന്നുണ്ടല്ലോ. നല്ല ക്ലിയർ ആയിട്ട് മിണ്ടുന്നുണ്ടല്ലോ. അതിപ്പോ എത്തിയെന്തെങ്കിലും ഇല്ലാണ്ടായ പിന്നെ എന്തെങ്കിലും പറയണ്ടേ? എന്താ എന്റെ അസുഖം? എനിക്കല്ല ചേട്ടനാ ആക്സിഡന്റ്. അതല്ല എനിക്ക് വലിയ വേനല്ലാത്ത. അതെ ക്ഷമിച്ച് നിൽക്കി. ഇതിലും വലിയ കേസ് ഇവിടെ വന്നേക്കണതാ. നിങ്ങൾ ഇങ്ങനെ ബഹളം വെക്കല്ലേ. ചേട്ടൻ അവിടെ പോയി ഇരുന്നേ. മനസ്സിലായി അണ്ടല്ലേ ഒക്കെ ഈ ജാതി പനിയാണ്. ചേട്ടൻ അവിടെ പോയി ഇരിക്കേ. ചേട്ടാ നിങ്ങളെ കൂടി ഒച്ചയെടുത്ത് എനിക്ക് ശ്വാസം മുട്ട് കൂടും. എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടാ. ഞാൻ വിളിച്ചപ്പോ ഇപ്പൊ വരാന്നാ പറഞ്ഞത്. അത് ഡോക്ടർ ഇപ്പൊ വരാന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ശരി ഞങ്ങൾക്ക് പിന്നെ അത് മാറ്റി പറയാൻ പറ്റൂല. അതെ ഈ KL7 BR 7917 ബൈക്ക് ആരെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടോ? KL7 BR 7917 എങ്ങാട് തള്ളിക്കൊണ്ടുപോണേ. ഇതൊക്കെ സുഖമില്ലാത്ത ആളുകളാണ്. അങ്ങോട്ട് നീക്കി വെച്ചാൽ അങ്ങോട്ട് മാറ്റങ്ങള് ബാക്കിൽ പോയിട്ട് അവിടെ അതിന്റെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് തന്നെയാണ് അങ്ങാട്. ഈ ബൈക്കാരെയാണ് ബൈക്ക്. KL7 BR 7917 ബൈക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെ? ഞാൻ മാവിന്റെ വീട്ടിലാണല്ലോ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിട്ടത്. തന്നോടല്ലേടോ ഞാൻ അണ്ണാക്ക് പൊളിച്ച് ചോദിച്ചത്. എങ്ങനെ ചെവിയിലെന്താ പിണ്ണാക്കാണാ? ഞാൻ കേട്ടില്ലല്ലേ. ഞാനിപ്പോ ഇവിടെ ഫോണിൽ ഡോക്ടർ വരാത്തിന്. ഞാനത് ചവിട്ടിയാ കാണയിലിട്ടുണ്ട്, പോയി എടുത്തോ. ആ ബൈക്ക് കൊണ്ടുവന്നിട്ട് ആംബുലൻസ് പാർക്ക് ചെയ്യണതിന്റെ അടുത്താണ് പാർക്ക് ചെയ്ത് വെച്ചേക്കണ. ഇവന്മാരുടെ പരിപാടി ഇതാന്നേ. അതെ അതെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ. എന്താണ് ഇവിടെ ഉച്ചാകുമ്പോ വന്നിരിക്കാണ് കണ്ട ആൾക്കാർ ഇവിടെ. ഇത് ഡോക്ടറെ കാണാൻ വേണ്ടി വന്ന, അല്ലാണ്ട് പൂരം കാണാൻ വന്നല്ല. അത് എവിടെ ഡോക്ടർ ഇല്ലല്ലോ ഇതിന്റെ ഉള്ളിൽ. ചേട്ടാ ഡോക്ടർ ഭക്ഷണം കഴിക്കാൻ പോയേക്കാണ്, ഇപ്പൊ വരും. ഇത് എന്ത് ഭക്ഷണം അപ്പൊ? അത് ആനേനെ മൂപ്പില് തിന്നണേ നേരമായിട്ട് തീർന്നില്ലേ? എന്താണ് അസുഖം? നിങ്ങളുടെ അസുഖം എന്താണ്? എനിക്ക് പല്ലുവേനയാണോ? അത് സഹിക്കാൻ വയ്യാണ്ടാ ഞാൻ ഈ പറഞ്ഞത്. പല്ലുവേന ജലദോഷമോ തലവേദനയൊക്കെ ഉള്ളവര് നാളെ OP-യിൽ വന്ന് കാണിക്കും. ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നാളെ OP-യിൽ വന്ന് കാണിക്കുക പറഞ്ഞ നാളെ വരെ വേദന എന്റെ വാപ്പ തയ്ക്കും. മര്യാദക്ക് വർത്താനം പറയല്ല. ഡോക്ടറെ കാണാൻ പല്ലുണ്ടാവൂല. ഞാൻ ഉദ്ദേശിച്ചത് തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് തന്നെ ഉദ്ദേശിച്ചത്. എന്തായിരിക്കണോടെ പോയി എന്താ? എനിക്ക് മറ്റേ കണ്ണും പൊട്ടിക്കണ ഇരിക്കവിടെ. ഇതെന്താ ഉദ്ദേശിച്ച? എന്റെ മക്കളെ കയ്യും കാട്ടി ആദ്യം മര്യാദ പഠിക്കും. മര്യാദക്ക് സംസാരിക്കാൻ പറയാലോ. ഞാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവിടെ പോലീസിനെ വിളിക്കും. അവിടെ പോയി കുത്തിയിരുന്നാളെ ചങ്ങായി. നിങ്ങൾക്ക് പല്ലുവേദന ഭ്രാന്താണോ? നിങ്ങൾക്ക് അവിടെ ഇരുന്ന് അവിടെ പോയി പല്ല് വേദനിച്ചിട്ട് മനുഷ്യൻ അവിടെ ഇരിക്കണോ? വെറുതെ വന്നിട്ട് തലക്കെട്ട് കെട്ടിയിരുന്ന ഭ്രാന്താണ് ഞാൻ. അതെ താൻ അവിടെ ഇരുന്നേ. എല്ലാരോടും കൂടി പറയണേന്ന്. നിസാര പല്ലുവേദന തലവേദന ജലദോഷം ഒക്കെ ആണെങ്കിൽ നാളെ OP-യിൽ വന്ന് കാണും. ഇവിടെ അത്യാഹിത ആളുകളെ ചികിത്സിക്കാനിരിക്കുകയാണ് ഡോക്ടർ. എന്താ ഗുണ്ട? ഞാൻ 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം ചേട്ടാ. ഞാൻ കുറെ കാലമായി ഇവിടെ ജോലി ചെയ്യണം. ഏതൊക്കെ ജാതി ആളുകളെ ഇവിടെ വന്നേന്ന് എനിക്കറിയാം. വെറുതെ ഇവിടെ കിടന്ന് മസിൽ പിടിക്കേണ്ട കാര്യമില്ല. സർക്കാർ ആശുപത്രിയിൽ വന്നാൽ മരുന്ന് മേടിച്ചിട്ട് മുണ്ടാതെ പോകാം. നിയമം പഠിപ്പിക്കണ്ട കേട്ടാ. പോലീസോ? പോലീസിന്റെ അല്ല, ഈ വയസ്സിന് പോലീസിന്റെ ഈ അക്രമം കാണിക്കണേ. അന്നേക്കാ മുതിർന്ന കുട്ടികളുണ്ട്. എന്റെ കയ്യും കാലും അവര് തല്ലി മുറിക്കും. ഇക്കല്ലേ എന്റെ അച്ഛനെ വിളിച്ചത്? എന്ത്? എന്റെ അച്ഛനെ വിളിച്ചിട്ടല്ലേ ഞാൻ കളിച്ചത്. പിന്നെ ഈ പല്ല് തല്ലി വിളിക്കും പറഞ്ഞ അപ്പൊ ആജാതി വർത്താനം പറയണ്ട കേട്ടാ. മിണ്ടാതിരുന്നോടാ. മിണ്ടാതിരുന്ന കൈ കൊണ്ട് സംസാരിക്കണേ. അങ്ങാട് ഒതുക്കി വെക്കണോ? ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലേ ഇങ്ങനെ കാണിക്കാവോ? അതെ ഇത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാ. താൻ അവിടെ മര്യാദക്ക് അവിടെ നിൽക്കുക. അങ്ങനെ പറയരുത് കുട്ടിയെ. അങ്ങനെ പറയരുത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നല്ല അന്തസ്സായിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ. പക്ഷെ ഇവിടെ ഇങ്ങനെയാ.
ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകുന്ന ആൾക്കാർ തന്നെയാണ്. അയാളായിട്ട് വർത്താനം പറഞ്ഞത് മിണ്ടായിരുന്ന അവിടെ ഇരിക്കും. ആന്നിച്ച് പറയരുത്. അവിടെ ഇരിക്കും. നിങ്ങളെ മാതിരിയുള്ള ചില ആൾക്കാരെ അവിടെ ഇവിടെ വെച്ചിട്ട് ഈ ഗവൺമെന്റ് ആശുപത്രി ആളുകൾക്ക് ഇതിനെ പറഞ്ഞ അങ്ങോട്ട് നീക്കി വെക്കണു ഈ സാധനത്തിനാ. കണ്ണില് ചോര കുറച്ച് മേടിച്ച് ഒഴുക്കിയതാനെന്നാ. ഇതിവിടെ എല്ലാരും സുഖമില്ലാത്തവര് വന്നിരിക്കണ. തന്റെ അച്ഛൻ ആദ്യമായിട്ട് വലിയ പോകുന്നതൊക്കെ അല്ല. നീക്കി വെക്ക്. അറിയോ? അതെ, നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടാണ് അത്. ഇത് ഇവരുടെ സ്വന്തം എന്നുള്ള ഒരു ധാരണയാണ്. എന്റെ വാപ്പണ്ടാക്കിയത്. ഇയാളെന്റെ കയ്യിൽ മേടിച്ചിട്ടേ പോവുള്ളൂ. ഞങ്ങളുടെ സ്വന്തമാണ്. ഈ എന്റെ സ്വന്തം, ഈ ആരുടെ സ്വന്തം? ആൾക്കാരുടെ കൈ വെച്ചിട്ട് അതൊക്കെ ചെയ്യണത്. അല്ല, ഞാൻ ചോദിക്കുന്നത് പല്ലുവേദന തന്നെയാണോ അതോ പ്രാന്താണോ അത്? അല്ല, എനിക്ക് അറിയാൻ വല്ലാണ്ട് ചോദിക്കുക. താൻ അയാളെ ഇളക്കല്ലെടുത്ത് ആ മിണ്ടാതിരിക്കടോ. അണ്ണാക്കിലിട്ട് ഞാൻ കുത്തും. ഞാൻ മിണ്ടായിരിക്കടോ. സ്കൂട്ടർ മാറ്റിരിക്കാൻ പോയി. അവൻ വിളിച്ചു പറഞ്ഞിട്ടപ്പോ ഞാൻ വന്ന് കൈ മുറിഞ്ഞിട്ട് സീരിയസ് എന്നാണല്ലോ പറഞ്ഞു. എന്നിട്ട് എന്താ ഡോക്ടറെ കാണിക്കാത്ത ചോരയാണല്ലോ പോണത്. എന്ത് കാഷ്വാലിറ്റിയിലെ ഡോക്ടർ ഇല്ലാന്നോ? അതെന്തോടെ ഇവിടെ ഡോക്ടർ ഇല്ലാത്ത? അത് ചോദിക്കാൻ ഡോക്ടർ ലീവാണ് സാർ. ലീവ് ഇതൊരു കാഷ്വാലിറ്റിയിലാണോ? എത്ര രോഗികളാണ് വന്നിരിക്കുന്നത്? ഇതിൽ സീരിയസ് ആയി പലരും ഉണ്ടാവില്ലേ? അവരുടെ ജീവൻ എന്തായാലും പറ്റിയ ആരോ ഉത്തരവാദിത്വം പറയാ? അല്ല, ഇപ്പൊ വരും സാറേ. എപ്പോ വരുന്ന്? നിങ്ങളുടെ സൗകര്യത്തിന് വരാനാണോ? ഒന്നര വിളിച്ചേ കാര്യം അറിയണല്ലോ. ഇതൊരു താലൂക്ക് ആശുപത്രി അല്ലേ? ഒന്ന് വെച്ചല്ലോ. ഇത്ര നേരം വരെ ഡോക്ടർ ഊണ് കഴിക്കാൻ പോയി പറഞ്ഞപ്പോ അയാൾ പറഞ്ഞ ലീവാണ്. എന്താണോ എന്ത് പറയാൻ? നമ്മളെന്ത് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നെഞ്ഞുവേനുള്ളവരുണ്ട്. അല്ല, അറ്റാക്ക് ഉള്ളവരാണോ ഗ്യാസിന്റെ അസുഖമുള്ളവരെന്ന് തനിക്ക് പറയാൻ പറ്റുമോ? അല്ല, ഇത് നമ്മളോട് പറഞ്ഞു. കുട്ടേട്ടൻ പറഞ്ഞ ആളുടെ മറ്റേ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇവിടെ എത്തിയത്. അയാളുടെ കയ്യും വെട്ടുകൊണ്ട് മുറിഞ്ഞിരിക്കുക. സ്റ്റിച്ച് ഉണ്ട്. ബ്ലഡ് എത്ര പോയിട്ടുണ്ടാവും? അയാളുടെ തല ഇറങ്ങി വേണം. എന്തായാലും പറ്റി ആര് സമാനം പറയും? അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ളവര് വന്ന് ചോദിക്കണം. എന്തൊരു ശുണ്ഠിയായിരുന്നു അവനെന്നറിയാം സാറേ. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ മെക്കെട്ട് കയറിയിരുന്നു. അതെ, എന്തായാലും സൂപ്രണ്ട് സാറെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് അന്വേഷിക്കണം. ഇപ്പൊ ഡോക്ടർ വരണ്ടോ ഇല്ലെന്ന് അറിയട്ടെ. നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോ കയ്യാങ്കളിക്ക് വരുന്നവനെ വയസ്സിന് മൂത്തൊരാളാണ് ഞാൻ. 2 മണിക്കൂറായി ഈ വരിയിൽ ഇങ്ങനെ വന്ന് നിൽക്കണായി. 2 മണിക്കൂർ. ഈ പല്ലുവേദനയും അതിന്റെ ഇടയിൽ കൂടെ തൂറാനും കൂടി മുറ്റാനുള്ള സ്ഥിതി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ടോയ്ലറ്റ് ഉണ്ടല്ലോ. അല്ല, എന്ത് പറഞ്ഞ ഈ വരിന്ന് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ മുമ്പെന്നാ പോയി കഴിഞ്ഞാൽ പിന്നിലുള്ളവര് മുമ്പിൽ കയറൂലേ. അപ്പൊ പിന്നിലുള്ള അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ സഹിച്ചു നിൽക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ ആൾക്കാരുടെ അടുത്താ ഈ തട്ടി കയറണതേ. അത് നിന്ന് തിരിയണം. വരട്ടെ, നമുക്ക് ചോദിക്കാം. അതൊന്ന് ചോദിക്കണം നിങ്ങൾ. എന്തോടെ അച്ഛനെ നെഞ്ചുവേനാണ്. ഈ നെഞ്ചുവേനുള്ള ആൾക്കാരൊക്കെ ആണല്ലോ ഇവിടെ ഇരിക്കുന്നത്. എവിടെ വരണുണ്ട്. എവിടാ വരണേ? പ്രശ്നം ഇവിടെ ഒരു പ്രശ്നമില്ലേ? എന്താ? രാഹുൽ സാർ ഇവിടുത്തെ സൂപ്രണ്ടല്ലേ? അതെ. 2 മണിക്കൂറായിട്ട് ഇവിടെ നടക്കുന്ന ബഹളങ്ങൾ വല്ലതും അറിയണ്ടോ? ഇല്ല. ഇതിപ്പോ ഏതായത് ഒരു കാഷ്വാലിറ്റി അല്ലേ? അതെ. 24 മണിക്കൂർ ഡോക്ടർ വേണ്ട ഒരു സ്ഥലമല്ലേ ഇത്? അതെ. ആണല്ലോ. അതെ. ഇവിടെയുള്ള രോഗികൾ കണ്ട നെഞ്ഞുവേനുള്ള രോഗിയുണ്ട്. ഇവിടെ കൈ മുറിഞ്ഞ് രക്തം മാറുന്നുണ്ട്. തല കറങ്ങിയിരിക്കുന്ന രോഗിയുണ്ട്. ഇവർക്കൊക്കെ കൃത്യസമയത്ത് ചികിത്സ കിട്ടണ്ടേ? അതിനെന്താ സംഭവിച്ചവർ? ഇപ്പൊ എത്ര നേരമായി ഇവിടെ കാഷ്വാലിറ്റിയിലെ ഡോക്ടർ ഇല്ല? അതെന്താ അന്വേഷിക്കാത്ത? ഡോക്ടർ വന്നില്ലേ? വന്നില്ല സാറേ. ഇപ്പൊ ശരിയാക്കാം. എന്തിപ്പോ ശരിയാക്കാം? ഇപ്പൊ ശരിയാക്കാം. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഉടനടി വേണ്ട നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഇത് കംപ്ലൈന്റ് ചെയ്യും. നിങ്ങളുടെ ജോലിയെ ബാധിക്കും ഇത്. ഇപ്പൊ ശരിയാക്കാൻ ഞാൻ പറഞ്ഞില്ലേ? ഇപ്പൊ ശരിയാക്കാം. നിങ്ങൾ ആരാ കുതിരോട്ടം പപ്പോ? ഒരു നേരം പറയില്ല തന്നെ ഇപ്പൊ ശരിയാക്കാ പറഞ്ഞോണ്ട് നടക്കണത്. കണ്ണായിട്ട് വന്നില്ല ഡോക്ടർ. അതെ, ഞാൻ നമ്മുടെ നഗരസഭയുടെ ചെയർമാൻ എന്ന് വിളിക്കട്ടെ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഒന്ന് അറിയണല്ലോ. അല്ല, ഇത് കംപ്ലൈന്റുകൾ ചെന്നാലേ ഇവരൊക്കെ ശരിയാകെ. സത്യത, ഞാൻ സുഗതനാണ്. ഞാൻ ഇവിടെ ആരെങ്കിലും ഒരാൾ ചോദിക്കാനും പറയാനും വേണേ. കാലൊതുക്കി വെക്കടാ. അത് ഡോക്ടർ വീണ്ടും വന്നാ നിങ്ങളൊരു മനുഷ്യനാണോ? എന്താണ് കാണിച്ചോളൂ? കാണലും തീട്ട് ബൈക്കിട്ട് എന്റെ മിററും പോയി, ഹെഡ്ലൈറ്റും പോയി. എന്ത് കട്ടോടെ പാർക്കിംഗ് ഏരിയ ഇല്ല. ഇതാകുമ്പോ നടുക്കുകൊണ്ടെന്നിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യണം. എന്താ ഇങ്ങനെയാണ് ചെയ്യണത്? എന്തിങ്ങനെ ആംബുലൻസ് രോഗികളായിട്ട് കയറി സൈഡിൽ പാർക്കിംഗ് ഏരിയയിൽ വെച്ചേക്കണേ. ഇങ്ങനെയാണ്. ഇനി ഞങ്ങൾ മേലാലെങ്കിലും സൂക്ഷിക്കണം. ചെല്ലി ഇവിടെ നിന്ന് വെച്ചെടുക്കല്ലോ. ഇവനൊക്കെ പോലത്തെ വിവരമില്ലാത്തവനൊക്കെ.
എന്താ ഡോക്ടറെ ഒരു ക്ഷീണം? ലേബർ റൂമിലൊക്കെ ഭയങ്കര തിരക്കാ. 2-3 കേസ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. തിയേറ്ററിൽ പിന്നെ സുഖാന്ന വിചാരം. മടുത്തു ഞാൻ 2 ആളെയും വെച്ചിട്ട്. ഇനിയിപ്പൊ ആർക്കും ഇപ്പോഴൊന്നും പെയിൻ വരല്ലേന്നാ. മോഹൻ ഡോക്ടറെ, കാഷ്വാലിറ്റി ഡോക്ടറില്ല. അവിടെ പേഷ്യന്റ് വല്ലാതെ കുഴപ്പമുണ്ടാക്കുന്നു. ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. എന്ത് അഡ്ജസ്റ്റ് ചെയ്യാന്? എന്റെ ഡ്യൂട്ടി കാഷ്വാലിറ്റി പരിശോധിക്കലല്ല. ഞാനിപ്പോ തിയേറ്ററിൽ നിന്ന് വന്നേ ഉള്ളൂ. എന്റെ ക്ലിനിക്കിൽ പേഷ്യൻസ് കാത്തിരിക്കാണ്. അതൊന്നും ഞാൻ നോക്കണ്ടേ? എന്താ എന്നെ നോക്കണ്ട. ഞാൻ ഇപ്പൊ ലേബർ റൂമിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. 2-3 കേസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഒന്ന് ക്ഷീണം തീർക്കായിരുന്നതാ. ഇപ്പൊ തന്നെ പോണം. എന്തിനാ റബ്ബേ ഈ ആൾക്കാർക്ക് പല്ല് കൊടുക്കണം ഇങ്ങനെ വേദനിപ്പിക്കാനാണെങ്കിൽ? പല്ല് കണ്ട കാലം തൊട്ട് പോത്തിറച്ചി എരുമറിച്ചിയും കടിച്ച് പറിച്ച് ഉള്ള പല്ലും കളഞ്ഞിട്ട് വന്നേക്കാണ് വേദന എടുക്കണം പറഞ്ഞു. സർക്കാർ ആശുപത്രി ഇങ്ങനെ കിടക്കുകയാണല്ലോ. മണ്ടു ഡോക്ടറെ, പ്ലീസ് ഇന്നത്തേക്ക് മാത്രം. ഞാൻ ഒരു കാര്യം പറയട്ടെ ഡോക്ടറോട്. ഞാൻ ഇപ്പൊ കാഷ്വാലിറ്റി പോയിരുന്നു. അതെ, അപ്പോഴായിരിക്കും ലേബർ റൂമിൽ നിന്ന് വിളിക്കുക, പെയിൻ സ്റ്റാർട്ടായി നോട്ട്. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകണം. അപ്പോഴായിരിക്കും ഇവിടെ ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു പേഷ്യന്റ് വരിക. ഇനി ഞാൻ ലേബർ റൂമിൽ നിൽക്കുമ്പോൾ ഈ പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആക്സിഡന്റ് പറ്റിയ ആളുടെ ബന്ധുക്കളൊക്കെ കൂടി എന്നെ കൈവയ്ക്കും. സസ്പെൻഷൻ എനിക്ക് കിട്ടും. അതൊക്കെ പോട്ടെ, സോഷ്യൽ മീഡിയയിൽ എന്റെ വീഡിയോയും ഫോട്ടോയും പ്രചരിക്കും. മണ്ടു ഡോക്ടറെ, ഒറ്റ ദിവസത്തേക്ക്. ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആണ്, അല്ലാതെ എനിക്ക് കാഷ്വാലിറ്റി പോയിരിക്കാൻ പറ്റില്ല. വേദന കൂടുതലാണല്ലേ? നമുക്ക് ഇവിടെ നിന്ന് കാര്യം നടക്കുന്ന ഒന്നല്ല, നമുക്ക് വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാം. ഒരു രക്ഷയില്ല. ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഒന്നും വന്നല്ലേ, എന്നാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ ഒരു രക്ഷയില്ല. അതെന്നെ നല്ല കേട്ടാ. നിങ്ങൾ വേറെ പണി നോക്കട്ടെ, ഇവിടെ വേറെ ഡോക്ടറെ കാണാൻ നോക്കും. ഇവിടെ കിടന്നിട്ടേ മയ്യത്താവുമ്പോ മയ്യത്തെടുക്കാനാ ഡോക്ടർ വരിക. അതിനേറ്റ് നല്ല ഏതെങ്കിലും ആശുപത്രിയിലേക്ക് പോകാൻ നോക്കിക്കോളി. പോണവര് പോയിക്കോട്ടാ, പോണവര് പോയിക്കോ. ആ അപ്പൊ എന്റെ കുടുംബക്കാരെ മാത്രം കാണിക്കാമല്ലോ അല്ലേ? താലൂക്ക് ആസ്പത്രി ഉയർത്തിയിട്ട് 10-11 വർഷമായി. ഇതുവരെ ഒരു CMO വേക്കൻസി പോലും ക്രിയേറ്റ് ചെയ്തില്ല. ഡയറക്ടറോടോ DMOയോടോ കംപ്ലൈന്റ് ചെയ്തിട്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ നോക്ക്. അല്ലാതെ ഇരുട്ടോട്ട് ഒട്ടടിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്കൊരു 6 മാസം ഇനി സർവീസ് ഉള്ളൂ. അതുവരെയെങ്കിലും ഒന്ന് പ്ലീസ് സഹായിക്കൂ. ആ 6 മാസത്തിനുള്ളിൽ സാറ് ഞങ്ങളെ സസ്പെൻഷനിലാക്കൂ, ആൾക്കാരെ തല്ലി കൊള്ളിക്കൂ. 6 മാസം കഴിയുമ്പോൾ സാറങ്ങ് രക്ഷപ്പെടും. ഞങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിക്കണം. അതന്നെ. തിരക്കുള്ളവരൊക്കെ പോയിക്കോ. ഡോക്ടർ വരും, ഡോക്ടർ വരും. ക്ഷമയുള്ളവരെ നോക്കും, തിരക്കുള്ളവര് പോകും. അത്രേ ഉള്ളൂ. ക്ഷമയുള്ളവരെ നോക്കാനുള്ളതാ ഡോക്ടർ, അല്ലാണ്ട് രോഗികളെ നോക്കാനല്ല. മണ്ടു ഡോക്ടറെ, നിങ്ങളൊന്ന് ഇരുന്ന് തന്നാൽ മതി, മറ്റൊന്നും ചെയ്യണ്ട. എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കേസ് വന്നാൽ ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലോ വിട്ടാൽ മതി. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. സാറ് ഞാനൊരു ഗൈനക്കോളജിസ്റ്റ് ആണ്. അറിയാ ഡോക്ടറെ. എന്നാൽ കാഷ്വാലിറ്റിയിൽ വന്നിരിക്കാന്ന് പറഞ്ഞാ ഒറ്റ ദിവസത്തേക്കല്ലേ, പ്ലീസ്. ഒരു ദിവസത്തേക്കല്ല ഡോക്ടർ, പ്ലീസ്. അതെ, ഡോക്ടർ വന്നിട്ടുണ്ട്. ഓരോരുത്തരായിട്ട് കയറിക്കോ. എല്ലാരും കൂടി അവിടെ പോണേ. അവിടെ ഇരിക്കും. ഒരാൾ കയറും. ആദ്യം വന്ന് അവിടെ ഇരിക്കും. ഞാൻ അവിടെ നിന്നായിരുന്നല്ലോ കുട്ടി. നിങ്ങൾ ആദ്യം ഒന്ന് ബാത്റൂമിൽ പോയിട്ട് പോയി. ഇവിടെ കിടന്ന് അലമ്പുണ്ടാകല്ലോ. അവിടെ ഇരിക്കും. അവിടെ ഇരിക്കും. അവിടെ ഇരുന്നു. കേറി ഇരിക്കട്ടാ. കേറി ഇരിക്കും. അവിടെ ഇരിക്കും. ആ കൊടയും കുന്തോന്നും അകത്തോട്ട് കൊണ്ടുപോകണ്ടോ? അവിടെ ചാരി വെച്ചാണ്. കുന്തന്റെ ഇല്ല, എന്റെ കൊടയുള്ളൂ. ആ എങ്ങനെയാ? ചപ്പാത്തി ഉള്ളൂ. ആ ഫ്രിഡ്ജിൽ ചപ്പാത്തി ഇരിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ കറി ഉണ്ടിട മോനെ. അത് ആന്റിയോടൊന്ന് ചൂടാക്കി തരാൻ പറയും. ട്യൂഷന് പോണ്ടേ? അങ്ങനെ ട്യൂഷൻ ടീച്ചറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ പോയിക്കോ. പോയിട്ട് തിരിച്ചു വന്ന വഴി ഒരു ഐസ്ക്രീം മേടിച്ചു കഴിച്ചോ. പ്രശ്നം കഴിഞ്ഞില്ലേ? എന്താ പറ്റിയത്? ഒരു കണ്ണുള്ളെങ്കിലും സ്വഭാവം നോക്കി. ഐസ്ക്രീമിന് വേണ്ടിട്ടെങ്കിലും ട്യൂഷന് പോടാ നീ. ചേട്ടാ വെയിറ്റ് ചെയ്യും. കാല് ആക്സിഡന്റ് ഒടിഞ്ഞതാ. എന്റെ അല്ല, ചേട്ടന്റെ.
ആ ചേട്ടന്റെ ആ ഇങ്ങോട്ട് വരാൻ പറ്റില്ല പുള്ളിക്ക്, അതുകൊണ്ട് ഇപ്പൊ എന്തിനാ ഇത് കൊണ്ടുവന്നേ? പുതിയ എക്സ്റേ എടുത്തത് കൊണ്ട് കാണിക്കാൻ വേണ്ടി പറഞ്ഞു, കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ആര്? ജേക്കബ് ഡോക്ടർ. ജേക്കബ് ഡോക്ടർ ഇവിടുന്ന് പോയി. പോയാ? ആ അപ്പൊ ഇതിന് ആര് നോക്കും? ഇതിന് ഒരു കാര്യം ചെയ്, ഡോക്ടർ മോഹൻ ഉണ്ട്. ഇന്ന് വേണ്ട, നാളെ ഒപിയിൽ ഉണ്ടാവോന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് നാളെ ഒപിയിൽ ഒന്ന് കാണിച്ചാൽ മതി. അപ്പൊ ഡോക്ടറിനെ അറിയില്ലേ? അല്ല ഇത് കാലല്ലേ, ഞാൻ കാലല്ലല്ലോ. ഇതിലാവട്ടെ, അടുത്തേന് പോവാല. അമ്മേ നല്ല വേദനയാണല്ലേ? ഇല്ല നല്ല സുഖം. എന്ത് പറ്റിയതാ? അടിച്ചതാ. ചുമ്മാ നമ്മടെ അടിച്ചതല്ല, ചെലവെടുത്ത് വീശിയതാ. ഞാൻ ഒഴിഞ്ഞു മാറിയോണ്ട് ഇത്രയായിട്ടങ്ങ് പറ്റി. വൈദ്യുതി വരുന്ന അങ്ങനെയാണേ, അപ്പൊ കൊടുത്തതാ. എന്റെ ചേച്ചി മുഖം പോകാഞ്ഞ ഭാഗ്യം. മുഖം പോലെ പോട്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ആ ഡോക്ടർ എല്ലാം കൂടെ വലിച്ചു കയറി ഒട്ടിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ എനിക്ക് മൊബൈൽ പോലും നോക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ആ മൊബൈൽ നോക്കല ഇപ്പോഴത്തെ പ്രശ്നം അല്ലേ? പിന്നെ വാട്സപ്പിൽ മെസ്സേജ് വന്ന പിന്നെ ആരും നോക്കും? പിന്നെ നല്ല ചേച്ചി തല്ലിയത് നോക്കട്ടെ. അതേ ഞാനാണ് കയറേണ്ടത്, അടുത്തത് ഞാനാണ് കേട്ടോ. ഞാനാ കൊണ്ട് കേട്ടോ, അടുത്തത് ഞാനാണ്. എനിക്ക് വല്ല വെച്ചിട്ട് വയ്യ. ഒരു ബോഡി കാണാൻ വേണ്ടിട്ടാ. ബോഡി കാണാനോ? അതിന് ഇവിടെ വന്നിട്ട് എന്തായാലും ഏതെങ്കിലും അയലയില് പോയി നോക്കണ്ടേ? ആൾ മരിച്ചുപോയി. മരിച്ചത്. അതാ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അന്ന് ഞങ്ങൾ പോയിക്കോളി. എന്താ റബ്ബേ, ഞാൻ കയറുന്ന നേരത്താണുള്ള സകല ആൾക്കാരും പറഞ്ഞു. കാതർച്ചി എടുത്തു. എന്ത് കാതർച്ചി ബോഡി എവിടെയില്ലേ?